ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പം വ്ളോഗ് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അതൊരു വീഡിയോ ആയിട്ട് എടുക്കാണ്. അപ്പം നമുക്ക് പോകുന്ന സ്ഥലത്ത് ചെന്നിട്ട് കാണാം. ഓക്കെ. ഇതിപ്പോൾ ഞങ്ങൾ ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്കാണ് ഇവിടുന്ന് വീട്ടിൽ നിന്ന് തിരിച്ചത്. കാരണം തിങ്കളാഴ്ച ഇവിടെ അവധിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് പിച്ചേർഡ് റോക്സിലേക്കാണ്. അപ്പോൾ പിച്ചേർഡ് റോക്സിലേക്കായതുകൊണ്ട് തന്നെ അവിടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 5 മണിക്കൂറോളം ട്രാവൽ ഉണ്ട്. ആ പോകുന്ന ദിവസം തന്നെ ഇവിടുന്ന് രാവിലെ തിരിക്കുകയാണെങ്കിൽ അത്രയും സമയം ട്രാവലിനായിട്ട് വേസ്റ്റ് ആകും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് ഇടയ്ക്കൊരു സ്റ്റോപ്പ്, അത് സെയിൻറ്റ് ഇഗ്നസ് എന്ന് പറഞ്ഞൊരു മിഷിഗണിലൊരു സ്ഥലത്താണ് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇത് അപ്പർ പെനിൻസുലയിൽ കുറേ കയാക്കിങ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോകുമ്പോഴൊക്കെ ആളുകൾ ഇതുപോലെ കുറേ കയാക്കിങ്ങിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകും. അതുപോലെ തന്നെ സാൻഡ് ഡ്യൂൺസുകളുണ്ട്. അപ്പോൾ അവിടെ വണ്ടി ഓടിക്കാനായിട്ട് അതിന് സാൻഡ് ഡ്യൂൺസിൽ ഓടിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ATVs ഒക്കെ കൊണ്ടാണ് മിക്ക ആളുകളും പോകാറുള്ളത്. നോർത്ത് ഭാഗത്തിന് അറിയപ്പെടുന്നത് അപ്പർ പെനിൻസുല എന്നാണ് കേട്ടോ. അതൊരു പെനിൻസുലയായിട്ട് കഴിഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്. കുറേ ഭാഗത്താൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട് ഈ അപ്പർ പെനിൻസുലയുടെ നോർത്ത് സൈഡും സൗത്ത് സൈഡും പിന്നെ വെസ്റ്റ് സൈഡും ഒക്കെ ലേക്സ് ആണല്ലോ. അപ്പോൾ അതിനെ അപ്പർ പെനിൻസുല എന്നാണ് പറയുന്നത്. നമ്മൾ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. അവിടെ പിച്ചേർഡ് റോക്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അതായത് പണ്ട് കാലത്ത് റോക്കിന് ഓരോ കാലങ്ങളായിട്ട് രൂപം മാറി വന്ന് അവിടെ പല കളറിലുള്ള റോക്കൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ആ ഭാഗത്തിന് പിച്ചേർഡ് റോക്സ് എന്നാണ് പറയുന്നത്. നമ്മൾ അവിടെയാണ് പോകുന്നത്. പക്ഷെ നമ്മളിപ്പം നേരെ പോകുന്നത് വേറെ ഒരു സ്ഥലം. നമ്മൾ നേരെ പോകുന്നത് ഈ അപ്പർ പെനിൻസുല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, സെപ്പറേറ്റ് ഒരു ഐലൻഡ് പോലെ കിടക്കുന്ന ഒരു ഭാഗമാണ്. അങ്ങോട്ട് പോകണമെങ്കിൽ അവിടെ ഒരു അതൊരു വലിയ ബ്രിഡ്ജാണ്. എത്രയോ നീളമൊക്കെ ഉണ്ട്. ഭയങ്കര ലെങ്തി ആയിട്ടുള്ളൊരു ബ്രിഡ്ജാണ് മക്കനാക്ക് ബ്രിഡ്ജ്. സസ്പെൻഷൻ ബ്രിഡ്ജാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ബ്രിഡ്ജിന്റെ അവിടെയാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അവിടം വരെ നമ്മുടെ വീട്ടിൽ നിന്ന് അവിടം വരെ ഏതാണ്ട് 4 മണിക്കൂർ 4.5 മണിക്കൂർ ദൂരമുണ്ട്. പിച്ചേർഡ് റോക്സ് പോകണമെങ്കിൽ ഏതാണ്ട് 5.5 മണിക്കൂർ ദൂരമുണ്ട്. വെള്ളിയാഴ്ച വൈകുന്നേരം ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളിയാഴ്ച വൈകുന്നേരം യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യാം. മക്കിനാക്കിന്റെ നോർത്ത് സൈഡ്, മക്കിനാക്ക് ബ്രിഡ്ജ് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തിനെ പറയുന്നത് സെന്റ് ഇഗ്നസ് എന്നാണ്. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യുകയും ചെയ്യാം. അവിടുന്ന് പിന്നെ അവിടെ 1-2 ചെറിയ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിച്ചേർഡ് റോക്സ് മാത്രമല്ല, വേറെയും പല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ കറങ്ങി അതുവഴി നേരെ നമുക്ക് പിച്ചേർഡ് റോക്സ് പോവുകയും ചെയ്യാം. രാവിലെ ഒരു 8-9 മണിയാകുമ്പോൾ ഇറങ്ങിയാൽ മതി. അവിടെ ഇതുപോലെ പോലീസ് പിടിച്ചേക്കുന്നതാണ് കേട്ടോ. സ്പീഡ് കൂടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വയലേഷൻ കണ്ടിട്ട് അവർ പിടിക്കുന്നതാണ്. ഇങ്ങനെ സൈഡിൽ നമ്മൾ റൈറ്റ് സൈഡിൽ ഇങ്ങനെ നിർത്തി എനിക്ക് ഈ സ്കൈയുടെ ഇങ്ങനെ നിറം മാറുന്ന ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും കാണുവാണെങ്കിൽ ഉടനെ അത് ഒന്നെങ്കിൽ വീഡിയോ എടുക്കുകയോ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യും. ഇതാണ് മാക്കിനാക്ക് ബ്രിഡ്ജ്. മാക്കിനാക്ക് ബ്രിഡ്ജിനെ മൈറ്റി മാക്ക്, ബിഗ് മാക്ക് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്.
മിഷിഗൻ്റെ അപ്പർ പെനിൻസുലയും ലോവർ പെനിൻസുലയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു സസ്പെൻഷൻ ബ്രിഡ്ജാണ് മാക്കിനാക് ബ്രിഡ്ജ്. 1957 ഈ മാക്കിനാക് ബ്രിഡ്ജ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. മാക്കിനാക് ബ്രിഡ്ജ് കണക്ട് ചെയ്യുന്ന 2 സിറ്റീസാണ്, അതായത് മാഗ്നാഫ് സിറ്റിയും പിന്നെ സെയിൻറ്റ് ഇഗ്നസും. ഈ ബ്രിഡ്ജിന് ഏതാണ്ട് 8000 മീറ്ററോളം ലെന്തും അതുപോലെ തന്നെ 20 മീറ്ററോളം വിഡ്ത്തും 168 മീറ്ററോളം ഹൈറ്റുമാണ് ഉള്ളത്. അന്നത്തെ കാലത്ത് ഏതാണ്ട് $95 മില്യൺ അല്ലെങ്കിൽ $99 മില്യൺ ഈ ഒരു ബ്രിഡ്ജ് പണിയാനായിട്ട് ചിലവായത്. അതായത് ഏകദേശം ഇപ്പോഴത്തെ നോക്കുമ്പോൾ ഒരു $800 മില്യൺ അന്നത്തെ കാലത്ത് ഈ ഒരു ബ്രിഡ്ജ് പണിയാനായിട്ട് ചിലവായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റർസ്റ്റേറ്റ് ഹൈവേയുടെ, അത് ഇൻ്റർസ്റ്റേറ്റ് 75 മിഷിഗൻ്റെ I-75 ഒരു ഭാഗമാണ്. ഈ ബ്രിഡ്ജ് ഡിസൈൻ ചെയ്തത് അമേരിക്കയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു സിവിൽ എഞ്ചിനീയറായ ഡേവിഡ് ബെർണാഡ് സ്റ്റൈൻമാൻ ആണ്. അദ്ദേഹം ഏതാണ്ട് 400ഓളം ബ്രിഡ്ജസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് പല പല രാജ്യങ്ങളിലായിട്ട്. US, കാനഡ, കൊറിയ, ഇറാഖ്, പാകിസ്ഥാൻ, ബ്രസീൽ, പോർച്ചുഗൽ, തായ്ലൻഡ്, അങ്ങനെ കുറേ രാജ്യങ്ങളിൽ പുള്ളി ബ്രിഡ്ജസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. സെയിൻറ്റ് ഇഗ്നസിലുള്ള വിൻഡം സൂപ്പർ 8 എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തിയിട്ട് ചെക്ക് ഇൻ ചെയ്തു. ഇനി ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. ഹലോ, ഇപ്പം ഞങ്ങളിവിടെ ഹോട്ടലിലെത്തിയിട്ടുണ്ട്. വിൻഡം സൂപ്പർ 8 ഞങ്ങളിവിടെ നിൽക്കുന്നത്, സെയിൻറ്റ് ഇഗ്നസിൽ. അപ്പോൾ ഇവിടുത്തെ റൂമൊക്കെ ഒന്ന് കാണിച്ചു. ഇതാണ് കയറി വരുന്ന ഡോറ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വാഷേരി ഇവിടെ തന്നെയാണ്, ഈ സൈഡിൽ തന്നെയാണ്. പിന്നെ ബാത്റൂമിൽ ഒരു ബാത്ത് ടബ്, പിന്നെ ഇവിടെ തന്നെ നമ്മുടെ ഡ്രസ്സ് ഹാങ് ചെയ്യാനുള്ള പ്രത്യേക സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇത് കോഫി മെഷീനും കാര്യങ്ങളും ഫ്രിഡ്ജും ഒക്കെ ഉണ്ട്. ഫ്രിഡ്ജിലും ഒന്നുമില്ല, ഇതെന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വാങ്ങിച്ചു വെക്കാം. പിന്നെ ഇവിടെ ടേബിളും കാര്യങ്ങളും, പിന്നെ ഒരു TV ഉണ്ട്. പിന്നെ 2 ട്വിൻ ബെഡ് റൂമാണിത്. 2 ബെഡും ഉണ്ട് ഇവിടെ. മാഗ്നാക് ബ്രിഡ്ജിൻ്റെ വലിയൊരു പിക്ചറൊക്കെ കാണിച്ചിട്ടുണ്ട്. ലൈറ്റ് ഹൗസും ഒക്കെ ഉണ്ട്. ഇതാണ് റൂം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള റൂം. അപ്പം ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങാൻ പോവാണ്. ഇനി രാവിലെ ഇവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണാൻ പോകും. നമുക്ക് നാളെ രാവിലെ കാണാം. ഓക്കെ, ബൈ. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ രാവിലെ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത സ്ഥലത്തിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ ഇന്നലെ രാത്രി നിന്ന് ഒരു ഹോട്ടൽ. അപ്പോൾ ഇതിൻ്റെ രാവിലെ ഉള്ളൊരു വ്യൂ കാണിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ബാക്കിലൊക്കെ ലേക്കൊക്കെ ഉണ്ട്. നല്ല വ്യൂ ആയിരുന്നു ആ ലേക്ക് വ്യൂ ഒക്കെ. അപ്പം ഇത് അപ്പോൾ ചേട്ടൻ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ട്, നമ്മൾ ഈ കാർ ഇങ്ങനെ കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്യുമ്പം കുറേ എന്താ പറയുക പൂച്ചകളും കാര്യങ്ങളൊക്കെ വന്ന് നമ്മളെ ഗ്ലാസ്സിൽ വന്ന് അടിച്ചിട്ട് അതിൻ്റെ എല്ലാം ഇത് ഇങ്ങനെ അഴുക്കായിട്ട് നിൽക്കും. അപ്പോൾ അത് കാരണം നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നതായിട്ട് നമുക്ക് തോന്നാറില്ല. അപ്പം ഇവിടെയുള്ള മെയിൻ പമ്പുകളിലെല്ലാം ഈ പെട്രോൾ അടിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ ഇത് ക്ലീൻ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് ക്ലീൻ ചെയ്യുവാണത്.
ഇവിടെ മിഷിഗണിൽ മഞ്ഞ് കൂടുതൽ വീഴുന്നത് കൊണ്ട് ബൈക്ക് യൂസ് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ വല്ലപ്പോഴുമാണ് നമുക്കിങ്ങനെ ബൈക്കേഴ്സിനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അവരിങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് ഫുൾ സെക്യൂരിറ്റിയോട് കൂടിയാണ് അവർ പോകുന്നത്. മക്കിനാക് ബ്രിഡ്ജിൻ്റെ പകൽ സമയത്ത് ഒരു വ്യൂ നമുക്ക് പോകുന്ന വഴിക്ക് നല്ലൊരു സീനിക് ലുക്ക് ഉള്ള ഒരു ഏരിയ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് കാണാൻ പറ്റി. മക്കിനാക് ബ്രിഡ്ജും അതൊരു ലേക്കും കൂടെ ഉള്ള വ്യൂ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഈ ടെലസ്കോപ്പിൽ നമ്മൾ കോയിൻ ഇൻസേർട്ട് ചെയ്ത് നമുക്ക് മക്കിനാക് ബ്രിഡ്ജിൻ്റെ ലേക്കിൻ്റെ ഒക്കെ ഒരു ലോങ് വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങളിപ്പം രാവിലെ ആദ്യം പോകുന്നത് കിച്ചിറ്റിക്കിപ്പി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ കിച്ചിറ്റിക്കിപ്പിയിലെത്തി. കിച്ചിറ്റിക്കിപ്പി എന്ന് പറയുന്നത് ഒരു സ്പ്രിങ് ആണ്. അതായത് അതിനെ ബിഗ് സ്പ്രിങ് എന്നും പിന്നെ മിറർ ഓഫ് ഹെവൻ എന്നും ഒക്കെ ഈ കിച്ചിറ്റിക്കിപ്പി അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഈ കിച്ചിറ്റിക്കിപ്പി ലൊക്കേറ്റ് ചെയ്യുന്നത് പാംബുക്ക് സ്റ്റേറ്റ് പാർക്കിനുള്ളിലായിട്ടാണ്. കിച്ചിറ്റിക്കിപ്പി എന്ന് പറയുന്നത് മിഷിഗണിലെ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഫ്രഷ് വാട്ടർ സ്പ്രിങ് ആണ്. കിച്ചിറ്റിക്കിപ്പി എന്ന് പറയുന്ന ഒരു പേരൊരു വ്യത്യസ്തമായിട്ടുള്ള പേരല്ലേ. അത് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഈ അനിഷിനാബി എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ, പണ്ടത്തെ ഒരു ആൾക്കാരാണ്, അവർ ഇപ്പോഴും ഉണ്ടോ എന്ന് അറിയത്തില്ല, അവരുടെ ആൾക്കാർ ഈ ഗ്രേറ്റ് ലേക്സിൻ്റെ, അതായത് കാനഡയുടെയും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെയൊക്കെ ഗ്രേറ്റ് ലേക്സിന് അടുത്തൊക്കെ താമസിക്കുന്നവരാണ് അനിഷിനാബി എന്ന് പറയുന്ന ആൾക്കാർ. അവർ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആയിരുന്നു ഒജീബ്വേ എന്ന് പറഞ്ഞ ലാംഗ്വേജ്. ആ ലാംഗ്വേജിൽ നിന്നുള്ളതാണ് ഈ കിച്ചിറ്റിക്കിപ്പി എന്ന് പറയുന്ന ഇത്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ബിഗ് കോൾഡ് സ്പ്രിങ് എന്നാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പേര് കിട്ടിയത്. ഈ കാണുന്ന റാഫ്റ്റിലാണ് നമ്മൾ കയറിയിട്ട് കിച്ചിറ്റിക്കിപ്പിയിൽ കാണുന്നത്. ഇത് ഒരുപാട് സമയമൊന്നുമില്ല, കുറച്ച് സമയത്തെ കാര്യമേ ഉള്ളൂ. ഇവിടുന്ന് കയറി അങ്ങ് അറ്റം വരെ പോകുന്നു, എന്നിട്ട് അവിടുന്ന് തിരിച്ച് ഇങ്ങേ അറ്റം വരെ വരുന്നു. ഇതൊരു കേബിളിലാണ് ഈ ഒരു റാഫ്റ്റ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ തന്നെ ചിലപ്പം ഓടിക്കേണ്ടി വരും, ചിലപ്പം ഈ പാർക്കിൻ്റെ ആരെങ്കിലും എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവർ ഓടിക്കും. കൂടുതലും പക്ഷേ ഈ ഇത് കാണാൻ പോകുന്ന അതിലാരെങ്കിലും ആണ് ഇത് ഓടിക്കേണ്ടത്. ഞങ്ങളെത്തിയ സമയത്ത് ക്യൂ ഉണ്ടായിരുന്നു, എന്നാലും ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആ ക്യൂവിൽ നിന്നിട്ടാണ് നമ്മൾ കുറച്ച് ആൾക്കാരായിട്ട് കയറ്റുന്നത്. പക്ഷെ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പം വീണ്ടും ആ ക്യൂ വലിയ ക്യൂ ആയി മാറിയിരുന്നു. ഞങ്ങൾ പറയുകയും ചെയ്ത് കുറച്ച് നേരത്തെ എത്തിയത് കാര്യമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല റാഫ്റ്റിനകത്തും. നമുക്കെല്ലാം നല്ല രീതിയിലൊക്കെ കാണാനും ഒക്കെ പറ്റി. അങ്ങനെ എല്ലാവരും കാഴ്ചയൊക്കെ കാണാനായിട്ട് നിന്നപ്പോൾ പാർക്കിൻ്റെ എംപ്ലോയി പുള്ളി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങിയിട്ട് പറഞ്ഞു, ആരെങ്കിലും വീല് തിരിക്കണം എന്നാലേ പോകത്തുള്ളൂ എന്ന്. അങ്ങനെ പിള്ളേർ വന്ന് വീല് തിരിക്കുന്നതാണിത്. Okay, you're going to see most of the fish going to be down the other end. You get down here and cut that off at the hatchery when they're small. So they know that's the female to get the eggs out. Oh, and then they catch them later and take the eggs out? What's that? Oh, you mean so that they can catch them periodically and get the eggs out, or just the once? Never mind. Anyway, the color's not the color of the water. It's the minerals in the water make them look that color. Okay, it's 10,000 gallons of mineral come on the earth 24/7. It's 45 degrees year round. The temperature does not change. It's 45 feet deep. You get down the other end, you see limestone sand coming on the earth 24/7. You see a couple golf balls down there. Somebody dropped down here at the other end. There's sunglasses down there. ആ പുള്ളി ഇങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ഈ സ്പ്രിങ്ങിന് ഏതാണ്ട് 45 ഫീറ്റോളം ഡെപ്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മിഷിഗണിലെ ലാർജസ്റ്റ് നാച്ചുറൽ സ്പ്രിംഗ് എന്ന് പറയുന്നതും.
ഇതിനടിയിൽ ചെറിയ ചെറിയ ദ്വാരങ്ങളുണ്ട്. അപ്പോൾ ആ ദ്വാരങ്ങളിലൂടെ ഏതാണ്ട് 10,000 ഗാലൻസ് വെള്ളം, അതായത് ഏകദേശം 37,000 ലിറ്ററോളം വെള്ളം ഒരു മിനിറ്റിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 45 ഡിഗ്രി ഫാരൻഹീറ്റ്, അതായത് ഏതാണ്ട് 7 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറാണ് എപ്പോഴും അതിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നത്. നമ്മൾ വ്യൂ കാണാൻ നിൽക്കുന്ന ആ ഗ്യാപ്പിലൂടെ പലരുടെയും സൺഗ്ലാസസും തൊപ്പികളും ഫോണുകളും ഒക്കെ താഴെ വീണിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മളും സൂക്ഷിക്കാൻ പറഞ്ഞിരുന്നു. പിന്നെ ഇതിൽ പലതരത്തിലുള്ള മീനുകളെയൊക്കെ നമുക്ക് കാണാം. ആ വ്യൂ കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഈ വെള്ളത്തിൻ്റെ നിറവും ഒക്കെ ആയിട്ട് കുറച്ച് സമയം കൂടെ അവിടെ ആ ഒരു ഇത് കാണാനുള്ള സമയം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് തോന്നിയിരുന്നു. ഇത് അപ്പർ പെനിൻസുലയിലുള്ള ഓരോ സ്റ്റേറ്റ് പാർക്കിൻ്റെയും ഡീറ്റെയിൽസുകളാണ് കൊടുത്തേക്കുന്നത്. എവിടേക്കാണ് സ്റ്റേറ്റ് പാർക്ക് ഉള്ളതിന് അതിൻ്റെ മാപ്പാണിത്. ഞങ്ങൾക്ക് കിച്ചിറ്റിക്കിപ്പിയിൽ കയറാനായിട്ട് പ്രത്യേകിച്ച് ഫീ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. കാരണം ഇവിടെ വണ്ടി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് റിക്രിയേഷൻ പാസ് എടുക്കാൻ പറ്റും. അത് കുറച്ച് $. മാത്രമേ ആവത്തുള്ളൂ. കാരണം ഇവിടെയുള്ള ഏത് സ്റ്റേറ്റ് പാർക്കിൽ വേണമെങ്കിലും നമുക്ക് അത് കാണിച്ചിട്ട് കയറാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് നല്ലൊരു ഉപയോഗമാണ്. അത് കാണിച്ചിട്ടാണ് ഞങ്ങൾ കയറിയത്. ഇപ്പോൾ വേറെ സ്റ്റേറ്റിൽ നിന്ന് വരുന്നവർക്കും ആ പാസ് ഇല്ലാത്തവർക്കൊക്കെ പ്രത്യേകം ഫീ കൊടുത്തിട്ട് വേണം ഉള്ളിലേക്ക് കയറാനായിട്ട്. അങ്ങനെ കിച്ചിറ്റിക്കിപ്പിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിക്ക് അവിടെ കാണുന്നതാണ് ഗിഫ്റ്റ് ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കയറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ കയറിയതാണ് ഗിഫ്റ്റ് ഷോപ്പിൽ. നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? മുനിസിംഗ്. അവിടെ എന്താണുള്ളത്? പിക്ചേർഡ് റോക്സ്. മുനിസിംഗിൽ പിക്ചേർഡ് റോക്സ് ഇന്ന് നമ്മൾ അധികം കവർ ചെയ്യുന്നില്ല, നാളെയാണ് ചെയ്യുന്നത്. ഇന്ന് അവിടെയാണ് സ്റ്റേ നമ്മൾ ചെയ്യുന്നത്. അപ്പം നേരെ ഇനി അങ്ങോട്ടേക്ക് പോയി ഇടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ നമുക്ക് നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പം ഇവിടുന്ന് നമ്മളങ്ങോട്ട് കഥ കാണാം. ഞാൻ മുനിസിങ്ങിൽ പോയിട്ട് അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ ഇന്ന് തന്നെയായിരുന്നു ഞങ്ങൾ പിക്ചർ റോക്സ് കണ്ടത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ച അവിടെ നല്ല വിൻഡായതുകൊണ്ട് ഞായറാഴ്ചത്തെ ട്രിപ്പ് ക്യാൻസൽ ചെയ്യുമെന്ന് അവർ മുൻകൂട്ടി മെസ്സേജ് അയച്ചിരുന്നു. അതെനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ചേട്ടാ അത് കണ്ടിട്ട് ശനിയാഴ്ച വൈകുന്നേരത്തെ തന്നെ ഒരു ക്രൂസ് ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ അത് അവിടെ ചെന്നപ്പോഴാണ് എൻ്റെ അടുത്ത് പറയുന്നതും അപ്പോഴാണ് ഞാൻ അറിയുന്നതും. അപ്പം ഈ വീഡിയോയിൽ ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഈ പിക്ചർ റോക്സിൻ്റെയും അതുപോലെ തന്നെ ഞങ്ങൾ അവിടെ തിങ്കളാഴ്ച കാണാൻ പോയ സ്ഥലങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് എല്ലാം കൂടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.